ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യോഗാട്ടിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് 2 ഐഡിയാസാണ് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് ഞാനിതാ യോഗാട്ടിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്, ഈ പിടിയുള്ളൊരു ഭാഗം. അപ്പോൾ ഞാൻ വരച്ച് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇതാ കണ്ടല്ലോ, ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മളൊന്ന് അളന്നെടുക്കണം കേട്ടോ. അത് അളന്നെടുത്തതിന് ശേഷം അതേപോലുള്ള 4 പീസ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഈ ബോട്ടിലിൻ്റെ ബാക്കി ഭാഗത്തുനിന്ന് ഇത് 4 പീസിന് വേണ്ടിയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ട് എത്രയാണ് അളവ് നമ്മളിപ്പോൾ നോക്കിയല്ലോ, ആ അളവൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 4 പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് കണ്ടല്ലോ, ആ പീസ് നിവർത്തി വെച്ചിട്ട് ഇതേപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാ നമ്മൾ 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഒരു പിടി അതിമേലുണ്ടല്ലോ, ആ പിടി നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ടാട്ടോ. അത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബാക്കി 4 പീസ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഓപ്പോസിറ്റായിട്ടും 2 സൈഡിലായിട്ടോ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ അടപ്പുണ്ടല്ലോ, ആ അടപ്പാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത്. ഇനി ഈ അടപ്പിൻ്റെ മിഡിലായിട്ട് കാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ അളവൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനാണ്. ഞാനിവിടെ LED കാൻഡിൽ ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടല്ലോ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് കാൻഡിലൊന്ന് വെച്ച് നോക്കാം കേട്ടോ. ഇതേപോലെയാണ് വേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബാംബൂ സ്ക്വയേഴ്സ് എടുത്തിട്ട് അതിന് പകരം നിങ്ങൾക്ക് ഈർക്കിളായാലും എടുക്കാം കേട്ടോ. അതെടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനൊരു ഗ്യാപ്പ്, ഉള്ളിലേക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ, അതിലായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല അടുപ്പിച്ചിട്ടല്ല കേട്ടോ വെച്ച് കൊടുക്കുന്നത്, കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ. ഇതേപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, അടപ്പുണ്ടല്ലോ, ആ അടപ്പിൻ്റെ മുകളിലും ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഇതിൻ്റെ മുകളിലായിട്ട് പിടിക്കാനായിട്ട് ഒരു പിടി വെക്കണം കേട്ടോ. അതിന് ഇതിൻ്റെ ബാക്കി പീസിൽ നിന്ന് തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒരു പിടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ വെക്കണ്ട കേട്ടോ. അപ്പം ഞാനതിനായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണേ. ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്കിനി ആ പിടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതാ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സ്പ്രേ പെയിൻറ്റും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതാ സ്പ്രേ പെയിൻ്റ് ഒന്ന് അടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ആഷ് കളറാട്ടോ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഗോൾഡൻ കളർ ആയാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി അതിൻ്റെ ഈ ഒരു ഒട്ടിച്ച ആ ഭാഗങ്ങളൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്.
അത് ഗോൾഡൻ കളറാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഏത് കളറാണോ വേണ്ടത്, പെയിൻറ്റ് ഏത് കളറാണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ താഴെ ഭാഗം ഒട്ടിക്കുന്നുണ്ട്, മുകൾ ഭാഗം ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ക്യാൻഡിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഡെക്കറേഷനായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ തെർമാക്കോൾ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കാണാൻ അടിപൊളിയാണ് കേട്ടോ. ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇനി അടുത്തൊരു ഐഡിയയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്, ആരും പോകല്ലോ കേട്ടോ. അടുത്തത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ബാക്കി പീസ് ഉണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ടാണ് അടുത്തൊരു ഐഡിയ ചെയ്യുന്നത്. അപ്പോൾ ദാ ആ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാമ്പു സ്ക്വയർസ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക കേട്ടോ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കയ്യിൽ വലിയതായതുകൊണ്ട് ഞാനത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലോത്ത് വെച്ചാലും മതി കേട്ടോ. കട്ട് ചെയ്യുന്നതൊന്നും ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അത് കണ്ടില്ലേ, കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊരു പിടി വെക്കാനായിട്ട് മലബാറിൻ്റെ കവറിലുണ്ടാകുന്ന ആ ഒരു കയറുണ്ടല്ലേ, അതാട്ടോ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അതും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ കണ്ടല്ലോ, സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എന്താണോ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ആ പെയിൻറ്റ് ബോട്ടിൽസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. 2 ഐഡിയാസും വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.